ചെറുപ്പത്തിൽ അമ്മമാർ ചോറൂട്ടുമ്പോൾ അമ്പിളി അമ്മാവനെ കാണിച്ചു തന്നതായിരിക്കും രാത്രി ആകാശത്ത് ചന്ദ്രനെ കാണുമ്പോൾ നമ്മിൽ പലർക്കും ഓർമ്മ വരിക. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21-ന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡിനാണ്. മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഇത് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട സംഭവം മാനവ ചരിത്രത്തിലെ സുവർണ നിമിഷമായി മാറി. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം, മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. പ്രശാന്ത സമുദ്രം എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന്റെ പേര്. ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രധാന ചാന്ദ്ര ഗവേഷണ ദൗത്യങ്ങളായിരുന്നു ചന്ദ്രയാൻ 1, 2, 3. ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ചന്ദ്രവാഹനം എന്നാണ്. അതിൽ നിന്നാണ് ചന്ദ്രയാൻ എന്ന പദം ഉത്ഭവിച്ചത്. 2028 ഒക്ടോബർ 22-ന് ചന്ദ്രയാൻ 1-ഉം 2019 ജൂലൈ 22-ന് ചന്ദ്രയാൻ 2-ഉം വിക്ഷേപിക്കപ്പെട്ടു. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരു പേടകവും ചന്ദ്രനെ വലം വയ്ക്കുന്ന ഒരു ഓർബിറ്ററുമായിരുന്നു ചന്ദ്രയാൻ 1-ന്റെ പ്രധാന ഭാഗങ്ങൾ. ചന്ദ്രയാൻ 2-ലാകട്ടെ ഓർബിറ്റർ, ലാൻഡർ എന്നിവയെ കൂടാതെ പ്രഗ്യാൻ എന്ന ഒരു റോവറും ഉൾപ്പെട്ടിരുന്നു. ചന്ദ്രന്റെ പ്രതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ചെറുവാഹനമാണ് റോവർ. ചന്ദ്രയാൻ 2 ഒരു സമ്പൂർണ്ണ വിജയമായിരുന്നില്ല. ചന്ദ്രോപരിതലത്തിൽ സ്പർശിക്കുന്നതിന് സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ലാൻഡറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. എങ്കിലും 98% വിജയകരമായ ഒരു പദ്ധതിയായിരുന്നു ചന്ദ്രയാൻ 2 എന്ന് കണക്കാക്കുന്നു. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചന്ദ്രയാൻ 3 നിർമ്മിച്ചത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശമാണ് ഇന്ത്യ പര്യവേഷണത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തേക്കാൾ വളരെ വലുതായി തുടരുന്നതിനാലും ചുറ്റുമുള്ള സ്ഥിരമായ നിഴൽ ഈ പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നതിനാലുമാണ് ദക്ഷിണ ധ്രുവം തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം. മാത്രവുമല്ല, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇതുവരെ ഒരു ഉപഗ്രഹവും സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടില്ല. ഭൂമിയിലെ 14 ദിവസമാണ് ചന്ദ്രനിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം. ഈ കാരണത്താൽ കടുത്ത ചൂടാണ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാവുക. ഈ കനത്ത ചൂടിനെ പ്രതിരോധിക്കുകയാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ചൂടിന്റെ കാഠിന്യം ലാൻഡറിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്ക് കേടുപാടുകൾ വരുത്തുവാൻ സാധ്യതയുണ്ട്. 2019 ചന്ദ്രയാൻ 2 ദൗത്യം അവസാന നിമിഷം സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പരാജയപ്പെട്ടിരുന്നു. ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ അവസാന നിമിഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് ലാൻഡർ വിക്രം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. ചന്ദ്രയാൻ 2-ലെ വിക്രം എന്ന ലാൻഡറിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് 3-ാം ദൗത്യത്തിലെ ലാൻഡർ. ചന്ദ്രയാൻ 1-ാം ദൗത്യത്തിനു മുമ്പ് വരെ ചന്ദ്രൻ വെറും വരണ്ട പ്രദേശമായി കണ്ടിരുന്നു. എന്നാൽ ചന്ദ്രയാൻ 1 ദൗത്യത്തിലൂടെ മഞ്ഞു പാളികളുടെയും ജലത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച ഫാറ്റ് ബോയ് എന്നു വിളിപ്പേരുള്ള 43.5 മീറ്റർ ഉയരവും 4 മീറ്റർ ചുറ്റളവുമുള്ള പടുകൂറ്റൻ റോക്കറ്റായ LVM-3M4 തന്നെയാണ് ചന്ദ്രയാൻ 3-ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആഭ്യന്തര അന്തർദേശീയ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ കഴിവുള്ള ഏറ്റവും വലുതും ഭാരമേറിയതുമായ വിക്ഷേപണ വാഹനം കൂടിയാണിത്. മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്ന ഗഗനയാൻ പദ്ധതിക്ക് ഉപയോഗിക്കുന്നത് LVM-3യുടെ രൂപമാറ്റം വരുത്തിയ വാഹനമാണ്. ചന്ദ്രയാൻ 3-ൽ പേടകത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനായി LVM-3M4 റോക്കറ്റിൽ എഞ്ചിനുകളുടെ എണ്ണം 5-ൽ നിന്നും 4-ആയി കുറച്ചു. കഴിഞ്ഞ ദൗത്യത്തിൽ ഇല്ലാതിരുന്ന ലേസർ ഡോപ്ലർ വെലോസിറ്റി മീറ്റർ ഇത്തവണ ലാൻഡറിന്റെ പ്രവേഗം കൃത്യമായി നിശ്ചയിക്കാൻ സഹായിക്കും. ചന്ദ്രയാൻ 3-ൽ കഴിഞ്ഞ തവണത്തെ ദൗത്യത്തെ അപേക്ഷിച്ച് കൂടുതൽ ഇന്ധനവും സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. ചന്ദ്രയാൻ 2-ൽ നിന്നും വ്യത്യസ്തമായി വിജയാധിഷ്ഠിത രൂപകൽപ്പനയ്ക്കു പകരം ചന്ദ്രയാൻ 3-ൽ പരാജയത്തെ അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സെൻസർ പരാജയം, എഞ്ചിൻ തകരാർ, അൽഗോരിതം തകരാർ, കണക്കുകൂട്ടൽ തകരാർ എന്നിങ്ങനെ നിരവധി പരാജയങ്ങൾ പരിശോധിച്ച് ഏതു തകരാറുണ്ടായാലും ലാൻഡറിനെ സോഫ്റ്റ് ലാൻഡ് ചെയ്യിക്കാനാവുന്ന
ചെയ്യാവുന്ന തരത്തിലാണ് ചന്ദ്രയാൻ 3ന്റെ രൂപകൽപ്പന. ലാൻഡറിന് ഇറങ്ങാൻ കണക്കാക്കിയിരിക്കുന്ന ഭൂപ്രദേശത്തിന്റെ അളവ് തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിക്ഷേപണത്തിന് മുമ്പ് ലോഞ്ച് റിഹേഴ്സലും റെഡിനെസ് അനാലിസിസും പൂർത്തിയാക്കിയിരുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ, റോവർ എന്നിവ ഉൾപ്പെടും. ചന്ദ്ര ഉപരിതലത്തിൽ മൃദുവായി ഇറങ്ങാനും ലോവർ ഉപയോഗിച്ച് പരിവേഷണം നടത്താനുമാണ് ചന്ദ്രയാൻ 3 ലക്ഷ്യമിടുന്നത്. 40 ദിവസം കൊണ്ടാണ് ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. ഈ ദൗത്യം വിജയകരമാകുന്നതോടെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. അമേരിക്ക, ചൈന, സോവിയറ്റ് യൂണിയൻ എന്നിവ മാത്രമാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡർ ചന്ദ്ര ഉപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ റോവർ, ലാൻഡറിനെ ചന്ദ്ര ഭ്രമണപഥം വരെ എത്തിക്കുവാനുള്ള പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവയടങ്ങുന്ന പേടകത്തിന് ആകെ ഭാരം 3900 കിലോഗ്രാമാണ്. ലാൻഡറിന്റെ ഭാരം 1752 കിലോയുമാണ്. 26 കിലോഗ്രാമാണ് റോവറിന്റെ ഭാരം. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാരം 2148 കിലോഗ്രാമും. 6 ചക്രങ്ങളുള്ള റോവറിൽ ലാൻഡിങ്ങിനു സഹായിക്കാൻ 9 സെൻസറുകളാണുള്ളത്. ഭൂമിയിൽ നിന്ന് 170 കിലോമീറ്റർ അടുത്തും 36,500 കിലോമീറ്റർ അകലെയും ചന്ദ്രനിലേക്ക് നീങ്ങുന്ന ദീർഘവൃത്താകൃതിയിൽ ഏകദേശം 56 തവണ പേടകം ഭൂമിയെ ഭ്രമണം ചെയ്യും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 25 മണിക്കൂർ 10 മിനിറ്റ് നീളുന്ന കൗണ്ട് ഡൌണിനു ശേഷമാണ് ഇന്ത്യയുടെ 3ാം ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 കുതിച്ചുയർന്നത്. 2023 ജൂലൈ 14 2:35 വിക്ഷേപണം. സോഫ്റ്റ് ലാൻഡിംഗ് ഓഗസ്റ്റ് 23 വൈകുന്നേരം 5:47 പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. 43.5 മെട്രിക് ടൺ ഭാരമുള്ള LVM-3 റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 ഘടിപ്പിച്ചിട്ടുള്ളത്. 6 വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ റോക്കറ്റാണ് ഫാറ്റ് ബോയ് എന്ന് ISRO ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന LVM-3. ലാൻഡറിലുള്ള 25 കിലോഗ്രാം ഭാരം വരുന്ന റോവർ എന്ന ചെറുവണ്ടി ചന്ദ്ര ഉപരിതലത്തിൽ ഓടി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. ആദ്യം റോക്കറ്റിൽ ഇന്ധനം നിറച്ചു. ഈ സമയത്തു തന്നെ റോക്കറ്റിലെയും പേടകത്തിലെയും സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മർദ്ദവ്യതിയാനങ്ങൾ എന്നിവ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ വിക്ഷേപണത്തിന് നിയന്ത്രണം സ്വയം നിയന്ത്രിത സംവിധാനം ഏറ്റെടുക്കുകയും വിജയകരമായി വിക്ഷേപിക്കുകയുമായിരുന്നു. വിക്ഷേപണത്തിന്റെ 22ാം മിനിറ്റിൽ ചന്ദ്രയാൻ പേടകം ഭൂമിക്കടുത്തുള്ള താൽക്കാലിക ഭ്രമണപഥത്തിൽ എത്തി. ഘട്ടം ഘട്ടമായി പേടകത്തിന്റെ ഭ്രമണപഥം ഉയർത്തി. അതിനായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ത്രസ്റ്ററുകൾ ജ്വലിപ്പിച്ചു. ഈ പ്രവർത്തികളെല്ലാം കൺട്രോൾ റൂമിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. 5 ഘട്ടങ്ങളിലായാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. ദൗത്യത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു ഭ്രമണപഥം ഉയർത്തൽ. അതിനായി ത്രസ്റ്റർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. ഓഗസ്റ്റ് 5 രാത്രി 7:30 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ഇതോടെ ചന്ദ്രയാൻ 3 ചന്ദ്രനെ വലം വെച്ചു തുടങ്ങി. ചാന്ദ്ര ഭ്രമണപഥത്തിൽ കയറിക്കഴിഞ്ഞാൽ 5 ഘട്ടമായി ഭ്രമണപഥം താഴ്ത്തി പേടകത്തെ ചന്ദ്രോപരിതലത്തിലേക്ക് അടുപ്പിക്കും. ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ ഓഗസ്റ്റ് 6 രാത്രി 11 മണിക്ക് നടന്നു. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 2/3 ഭാഗവും ചന്ദ്രയാൻ 3 പിന്നിട്ടു. ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 17ാം ദിവസമാണ് ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നീങ്ങിയത്. 22ാം ദിവസം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ചു. ഇതോടെ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം റിവേഴ്സ് ആയി. 4 ത്രസ്റ്ററുകൾ എതിർദിശയിൽ ജ്വലിപ്പിച്ചാണ് വേഗം നിയന്ത്രിക്കുക. അതോടെ പേടകത്തിന്റെ ഗതിവേഗം കുറയും. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അടുത്ത് പേടകം എത്തിക്കഴിയുമ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ വേർപിരിയൽ ഓഗസ്റ്റ് 17 നടക്കും. ചന്ദ്രന്റെ ഉപരിതലത്തിന് 50 കിലോമീറ്റർ അടുത്തെത്തി കഴിയുന്നതോടെ ലാൻഡറിന്റെ സെൻസറുകൾ പ്രവർത്തിച്ചു തുടങ്ങും. അതേസമയം തന്നെ 2 ത്രസ്റ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. അതോടെ സെക്കൻഡിൽ 50 മീറ്റർ എന്ന വേഗത്തിലെത്തും. പിന്നീട് സ്വയം നിയന്ത്രിത സംവിധാനം വഴി സോഫ്റ്റ് ലാൻഡിംഗ് നടക്കും. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കാണ് പേടകത്തെ സുരക്ഷിതമായി നിയന്ത്രിക്കുന്നതും നിരീക്ഷിക്കുന്നതും. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് 615 കോടി രൂപയോളം ചെലവായെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചന്ദ്രയാൻ 2ന് 970 കോടി രൂപ ചെലവായിരുന്നു.